ഹായ്. അപ്പോൾ ഞാൻ നേരെ ആഗ്ര കോട്ട കാണാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ താജ്മഹൽ കണ്ടു. അതിനുശേഷം ആഗ്രയിലേക്ക് വന്നു. ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട് താജ്മഹലിൽ നിന്ന് ആഗ്രയിലേക്ക്. അങ്ങനെ ഇതിൻ്റെ ഈ കോട്ടയുടെ ചുറ്റുമതിലിന് വലതുവശത്തായിട്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് ഏകദേശം 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക്. ഫോറിനേഴ്സിനാണെങ്കിൽ 60 രൂപ, 60 65 വേണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ അതിൻ്റെ ഉള്ളിൽ കയറി. അത് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാം, പക്ഷേ ടിക്കറ്റ് കൗണ്ടർ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. നേരെ പോയി ടിക്കറ്റ് എടുത്തു. ആ കോട്ട കാണാൻ നല്ല രസം കേട്ടോ. അത് ഫുള്ള് ഈ ചെങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോട്ടയാണ്. ഒരുപാട് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഫോറിനേഴ്സ് ഒരുപാടുണ്ട്. അകത്തോട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ കോട്ടയുടെ ഒരു പ്രൗഢിയും കാര്യങ്ങളൊക്കെ. ഈ കോട്ട പണിതയ്ക്കുന്നത് ഹുമയൂണിൻ്റെ കാലഘട്ടത്തിലാണ്. 1530 ഹുമയൂൺ എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയാണ് ഈ കോട്ട പണിതത്. പിന്നെ അതിനുശേഷം അക്ബർ ഇതിന് ഒന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തു. ഇങ്ങനെ കുറേ പരിപാടികൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിലോട്ട് കയറുമ്പം പല അത്ഭുതങ്ങളും കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ടിക്കറ്റ്, ഞാൻ എടുത്ത ടിക്കറ്റ്. അപ്പോൾ അതവിടെ സ്കാൻ ചെയ്യണം. പിന്നെ അവർ വലിച്ചു കീറിയൊക്കെ നമ്മൾ സിനിമ ടിക്കറ്റ് കീറുമ്പോൾ അവർ കീറിയൊക്കെ തരും. എന്തോരം ചരിത്രം പറയാൻ കാണുമല്ലേ ഈ നടവഴികൾക്കും ഈ ഇരിപ്പിടങ്ങൾക്കും. ഇരിപ്പിടമല്ല അത്, അവിടെയൊക്കെ എന്തോരം പടയാളികൾ ഉണ്ടായിരുന്നിരിക്കാം ഒരു കാലഘട്ടത്തിൽ. അതൊക്കെ ആലോചിക്കുമ്പോഴേ ഈ ഒരു ചുടുകല്ലുണ്ടല്ലോ, അത് വെച്ചാണ് ഈ ഒരു ഭിത്തി ഫുള്ള് കെട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഉള്ളിൽ കയറുമ്പോൾ ഒരു വിശാലമായൊരു പൂന്തോട്ടം ഗാർഡനാണ്. അങ്ങ് അകലെ കാണുന്നില്ലേ, അതാണ് ഈ പബ്ലിക് പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലം. ഞാൻ പിന്നെ അവിടെയൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോയൊക്കെ എടുത്തു. ഓരോ ആൾക്കാരെ കാണുമ്പോൾ "1 പിക് പ്ലീസ്, 1 വീഡിയോ പ്ലീസ്" എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ എടുത്തു. ഭയങ്കര വലിയ, നമ്മുടെ നാട്ടിലുള്ള ഫോർട്ട് പോലെയല്ല, അതിനെക്കാട്ടി കുറച്ചും കൂടെ വിശാലമായ ഫോർട്ടാട്ടോ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരുപാട് ഫോർട്ടുകൾ. ഇതാണ് പബ്ലിക് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. ഞാൻ അവിടെ കയറി, ഞാനും നടന്നു. 1983 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് നമ്മുടെ ഈ ആഗ്ര ഫോർട്ടിനെ പ്രഖ്യാപിച്ചത്. ഇതിനെ ആഗ്രയുടെ റെഡ് ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്, അതായത് ലാൽ കില. എൻ്റെ മനസ്സ് ഫുള്ളും ആ കാലഘട്ടത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, എത്രമാത്രം ആൾക്കാർ കാണും, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. രാജാക്കന്മാരും മറ്റേ അന്നത്തുള്ള വേഷത്തിലുള്ള ആൾക്കാർ ഓരോ സ്ഥലത്തായിട്ട് നിൽക്കുന്നതും, എല്ലാവരും അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നറിയത്തില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. അതിമനോഹരമായ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് സംഭവം ഈ ആഗ്ര ഫോർട്ട്, താജ്മഹൽ എന്നൊക്കെ പറയുന്നത്. മുഗൾ ചക്രവർത്തിമാരും അടിപൊളിയായിട്ട് അവന്മാർ ആ പുള്ളികൾ കലാകാരന്മാരും കൂടെയാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. കല നന്നായിട്ട് ആസ്വദിക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും കഴിയുന്ന ഒരു ടീംസായിരുന്നു ഈ മുഗളന്മാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മച്ചൊക്കെ കണ്ടില്ലേ, എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാനങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് നേരെ അതിൻ്റെ ഉൾവശത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഈ കോട്ട കേരളത്തിലാണെങ്കിൽ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ചുവരുകളെല്ലാം എഴുതി വെച്ചേക്കും "രാഹുൽ ലവ്സ് അഞ്ജു", "മീനു ലവ്സ് കണ്ണൻ", പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എഴുതി ചുവരെല്ലാം വൃത്തികേടാക്കി. ഇവിടെ അതൊന്നും കാണാനില്ല കേട്ടോ. 1638 വരെ ഈ ഒരു കോട്ടയായിരുന്നു മുഗളന്മാരുടെ മെയിനായിട്ടുള്ള താമസ സ്ഥലം, റെസിഡൻസ്. അതിനുശേഷം ഡൽഹിയിലേക്ക് മാറുകയായിരുന്നു അവർ. അപ്പോൾ ഇവിടെ ഒരുപാട് കാലം, എത്രയോ വർഷം അവരിവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. കോട്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്തിനായിരുന്നു എന്ന്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും എളുപ്പത്തിൽ ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് കോട്ടകൾ. അതും മിക്കവാറും ഇല്ല, എല്ലാ കോട്ടയും ഏതെങ്കിലും സമുദ്രതീരത്തോ അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാകുക.
അത് നമ്മുടെ കേരളത്തിലെ കോട്ടകൾ എടുത്തു നോക്കിയാൽ മിക്കവാറും എല്ലാ കോട്ടയും കടൽ തീരത്തൊക്കെ ആയിരിക്കും. ഇതും യമുന നദി തീരത്താണ്, കുറച്ച് മാറിയാണ്. ഇങ്ങനെ പല പടവുകളും അവിടെയുണ്ട്. അത് മുകളിലേക്ക് കയറാനുള്ളതാണ്. അവിടെയൊക്കെ ഭടന്മാർ പണ്ട് കാവൽ നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഇന്ന് ക്ലോസ് ആക്കിയിട്ടാക്കിയ. അങ്ങനെ ഞാൻ വീണ്ടും മുകളിലേക്കല്ല വീണ്ടും നടന്നപ്പോൾ ഇങ്ങനെ ഒരു തുറസായ സ്ഥലം. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനൊരു ചരിത്രമുണ്ട്. കാരണം നമ്മുടെ ഔറംഗസേബ് ഷാജഹാനെ പൂട്ടിയിട്ട സ്ഥലമാണ് ഈ ആഗ്ര കോട്ട. അവിടെ നിന്ന് പുള്ളിക്കാരൻ്റെ ഭാര്യയായ മുംതാസിനെ നോക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പുള്ളിക്കാരൻ ഇവിടെ കിടന്ന് മരിച്ചത്. സ്വന്തം അച്ഛനെ ഈ കോട്ടയിലാണ് സ്വന്തം മകൻ പൂട്ടിയിട്ടത്. അങ്ങനെ ഒരു ചരിത്രം കൂടെ ഈ ഒരു കോട്ടയ്ക്കുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മുംതാസിൻ്റെ ഓർമ്മകൾ അടങ്ങിയ ആ ശവകുടീരത്തിൽ ഇവിടെ നിന്നാണ് ഷാജഹാൻ ഇങ്ങനെ എന്നും നോക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു വേദനയിൽ, ആ ഒരു വിരഹവേദനയിൽ പുള്ളിക്കാരൻ ഒത്തിരി വേദനിച്ചായിരിക്കാം അവസാന കാലഘട്ടത്തിൽ മരണപ്പെട്ടത്. അവിടെ നിന്ന് നോക്കിയാൽ വ്യക്തമായി നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. ആ കാണുന്നതാണ് യമുന നദി. എത്ര മനോഹരമായിരിക്കും അല്ലേ അവരുടെ പ്രണയം. എന്തിനായിരിക്കും ഔറംഗസേബ് ഷാജഹാനെ ഈ കോട്ടയിൽ പൂട്ടിയിട്ടത് അറിയത്തില്ല. അതിൻ്റെ വ്യക്തമായ റീസൺ അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് കാരണങ്ങൾ ഞാൻ കേട്ടായിരുന്നു, പക്ഷേ അതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. നമ്മൾ പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഏകദേശം ഏറെക്കുറെ എല്ലാം മാർബിളിൽ ചെയ്ത വർക്കുകളാണ്. അത് താജ്മഹലിൽ ചെയ്ത സെയിം മാർബിളാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ വെണ്ണക്കൽ തന്നെയാണ്. പക്ഷേ ആ സെയിം സാധനമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ വെള്ളം ഒഴുകിപ്പോകാനുള്ള എന്തോ സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു മോസ്ക് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് ലക്ഷ്യമാക്കി നടന്നു. ഒരുപാട് പേര് കൂടെയുണ്ട്. ആ മോസ്കിൻ്റെ പേര് ഈ കാണുന്നതാണ്, മീന മസ്ജിദ്, അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ കയറണം. പക്ഷേ അവിടെ കയറണമെങ്കിൽ കുറച്ച് ചുറ്റി വരണം, കുറച്ച്. അങ്ങനെ നമ്മളൊരു നടുമുറ്റത്തേക്കാണ് എത്തിയത്. ഞാൻ അവിടെ നടന്ന് അവിടെ നിന്ന് കുറച്ചും കൂടെ പോകുമ്പോൾ അതിമനോഹരമായൊരു കാഴ്ചയുണ്ട്. താജ്മഹലിൻ്റെ ഒരു വ്യൂ. അവിടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അതിമനോഹരമായ ഒരു വ്യൂ കേട്ടോ. ക്ലൈമറ്റിൽ അവിടെ നിന്ന് ഒന്ന് നോക്കാൻ അയ്യോ രക്ഷയില്ലാത്ത ഫീലാണ്. അങ്ങനെ ഞാൻ മസ്ജിദിൽ എത്തി. മീന മസ്ജിദ് അങ്ങനെയാണ് അതിൻ്റെ പേര് കേട്ടോ. ഒരു സ്ത്രീയുടെ പേരിലുള്ള മസ്ജിദ്. മീന മസ്ജിദ് സ്ത്രീയുടെ പേരാണോന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ അവിടെ കയറി പ്രാർത്ഥിച്ചു. അതിമനോഹരം കേട്ടോ ആ മസ്ജിദ്. കാരണം വെണ്ണക്കല്ലുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. വേറെ ഒരു സ്റ്റോൺ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. അവിടെയും ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ആഗ്ര ഫോർട്ട് കണ്ട് ഞാൻ വെളിയിലേക്കുള്ള വഴി ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ കുറേ മുകളിലോട്ട് കയറാനുള്ള കംപ്ലീറ്റ് വാതിലും അവർ അടച്ചു വച്ചിരിക്കുകയാണ്. ഒരുപാട് സഞ്ചാരികൾ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന സ്ഥലമായിരിക്കും താജ്മഹലും ആഗ്ര ഫോർട്ടും. നിങ്ങൾ ആ ഒരു കുടം പോലെ ഒരു സംഭവം ഫോർട്ടിൻ്റെ മുന്നിലായി തന്നെ, ആ നടുമുറ്റത്തിൻ്റെ മുന്നിലായി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ജഹാംഗീറൊക്കെ കുളിച്ചിരുന്ന ഒരു പോട്ടാണ്. അതിൽ വെള്ളം നിറച്ച് അവിടെ നിന്നാണ് കുളിച്ചിരുന്നത്. കുളിസ്ഥലമായിരുന്നു. അങ്ങനെ ഞാൻ വെളിയിലിറങ്ങി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഓട്ടോക്കാരനെ വിളിച്ചിട്ട് അവിടെ നിന്ന് നോക്കിയിട്ട് ഒരു ഷോപ്പും അങ്ങനെ കണ്ടില്ല. നേരെ കണ്ടത് ഒരു പാനിപ്പൂരി ഷോപ്പായിരുന്നു. ഞാൻ പിന്നെ അവിടെ കയറി. എനിക്കറിയത്തില്ല അവരുടെ ഡിഷസ് എന്താണെന്നുള്ളത്.
അപ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ ശരി എടുക്കാൻ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ എരിവ് വേണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തൊക്കെയോ എരിവിൻ്റെ ഇടാൻ പറഞ്ഞു. ലാസ്റ്റിൽ മിർച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് മതിയെന്ന് പറഞ്ഞു. ഇയാൾ ഒരുപാട് വാരി അങ്ങ് തള്ളി. എന്തൊക്കെയോ ചെറുപറ വാരി ഇടുന്നുണ്ട് കേട്ടോ, ഒരു പിടുത്തമില്ല. എന്തൊക്കെയോ ചട്നികളാണെന്ന് മാത്രം അറിയാം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരം. ഒന്ന് പുതിന ചട്നി ഉണ്ട്, പിന്നെ അറിയത്തില്ല കേട്ടോ, നോ ഐഡിയ. ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് വലിയ പിടുത്തം നഹി ഹേ. അവസാനം കുറേ പുതിനയിലൊക്കെ വാരിയിട്ടു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 50 രൂപ ആ റേഞ്ചായിരുന്നു റേറ്റ്. അത് പാനിപ്പൂരി അല്ലായിരുന്നു, അതിൻ്റെ അകത്ത് ഈ വട പോലത്തെ എന്തോ ഒരു സംഭവമായിരുന്നു. ഞാനിത് വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് കോൾ വന്നു, ഓട്ടോക്കാരൻ ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഹോട്ടലിൽ പോയി ബാഗ് എടുത്തു. അവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഒരു ബസ് പിടിച്ചു. വൃന്ദാവനിലേക്ക് പോകാനുള്ള ബസ്സായിരുന്നു, പ്രൈവറ്റ് ബസ്സാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഈ ചങ്ങാതിയെ പരിചയപ്പെട്ടത്. ഈ ചങ്ങാതി ലോക കോമഡി കേട്ടോ. കാരണം ചങ്ങാതി 24 മണിക്കൂറും മറ്റേ പാൻ അത് ചവച്ചുകൊണ്ടേയിരിക്കും. ഈ ചങ്ങാതി ചവയ്ക്കാതിരിക്കുന്ന ഒരു സമയം പോലും ഞാൻ ഇത്രയും അത്ര ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട് അവിടെ നിന്ന്. അത്രയും സമയത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ അവൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിലെ ഫേമസ് യൂട്യൂബറാണെന്നു. അവൻ ലാസ്റ്റ് എൻ്റെ ചാനലാണ്. എൻ്റെ ചാനലാണെങ്കിൽ ആകെ 60 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാനെങ്ങനെ കാണിക്കും. ലാസ്റ്റ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ആകെ 60 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടായുള്ളതെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് അവൻ്റെ ജീവിതകഥ, അവൻ്റെ ലവ് ഫെയിലിയർ, പിന്നെ അവൻ്റെ ഫാമിലി, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവന് 20,000 രൂപയാണ് സാലറി കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടിച്ചു പൊളിച്ചാണ് അവിടെ ഡൽഹിയിൽ ജീവിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ തള്ളി സമയം പോയതേ അറിഞ്ഞില്ല. ചങ്ങാതിയുടെ പേര് ഞാൻ പറഞ്ഞു. ഈ സംഭവം പുള്ളിക്കാരൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ പുള്ളിക്കാരൻ കാണുകയാണെങ്കിൽ ഹായ്. അങ്ങനെ ഞാൻ ചങ്ങാതിയുടെ അടുത്ത് ബായിയൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി. ഞാൻ അവിടെ നിന്ന് ഒരു ഈ റിക്ഷ പിടിച്ചു. അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയ സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അകലെയാണ് വൃന്ദാവൻ, അതായത് ശ്രീകൃഷ്ണൻ വളർന്ന സ്ഥലം. അത് എത്ര പേർക്ക് ഇവിടെയൊക്കെ പോകാനുള്ള ഭാഗ്യമുണ്ടായി കാണും എന്നെനിക്കറിയത്തില്ല. ഞാൻ പിന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് യൂട്യൂബർ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു റെസ്പെക്റ്റ് കിട്ടുന്നതായി ഞാൻ മറ്റേ പയ്യൻ്റെ അടുത്തുനിന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചുമ്മാ എഴുത്തള്ളി വിട്ടു. ഈ റിക്ഷയിൽ ഏകദേശം ഒരു 10 പേരുണ്ട്. ഫ്രണ്ടിൽ തന്നെ ആകെ ചെറിയൊരു സീറ്റാണ്. അതിൽ 3 പേര്, ഞാനും ഡ്രൈവറും വേറൊരു പുള്ളിക്കാരനും. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ചന്തിയേ സീറ്റിലുള്ളൂ, ഒരു ചന്തി പുറത്താണ്. അതിൻ്റെ കൂടെ ഒരു 10-12 കിലോ ഭാരമുള്ള എൻ്റെ ബാഗ്. ഞാൻ ഏത് നിമിഷം വേണോ ആ ആട്ടോയിൽ നിന്ന് തെറിച്ചു വീഴാം, ആ ഒരു അവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. ഞാനിങ്ങനെ വൃന്ദാവനിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിക്കൊണ്ട് ഞാനിങ്ങനെ ഇരുന്നു. ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം, ഞാൻ രാമൻ്റെ ജന്മസ്ഥലം കണ്ടു. ഇനി അടുത്ത് ശ്രീകൃഷ്ണൻ വളർന്ന സ്ഥലം. മധുരയിൽ പോകണ്ടേ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. ചിലപ്പം പോവും, ചിലപ്പം പോവില്ല, ആ ഒരു അവസ്ഥയാണ്. കാരണം എനിക്ക് നാളെ വൈകിട്ടാണ് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ. അപ്പോൾ എനിക്ക് അത് പിടിക്കണം. അതിനുമുമ്പേ വൃന്ദാവൻ കണ്ടു തീർക്കണം. അപ്പോൾ എനിക്ക് മധുരയിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് സീ. അപ്പോൾ വൃന്ദാവൻ ഇങ്ങനെ അടുത്തെത്താറായപ്പോഴേക്കും ഒരുപാട് പേര് നടന്നു പോകുന്ന, ഒരുപാട് പേര് വൃന്ദാവനിലേക്ക് പോകുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റി. അതുപോലെ തന്നെ വിചിത്രമായ ചില ആചാരങ്ങൾ. കാരണം റോഡിൽ പായ വിരിച്ചിട്ട് അതിൽ നമസ്കരിച്ചിട്ട് വീണ്ടും അടുത്ത സ്ഥലത്ത് പായ വിരിച്ച്, അങ്ങനെ എനിക്കൊന്ന് ഒരു 1-2 ആഴ്ച എങ്കിലും എടുക്കും ഇങ്ങനെ പോയി വൃന്ദാവനിലെത്താൻ. എന്താ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാ നിങ്ങളത് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഭക്തി അതിൻ്റെ എക്സ്ട്രീമിൽ ആണ് വൃന്ദാവനിൽ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ ഒരുപാട് സർപ്രൈസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സർപ്രൈസ് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരം. ഓക്കെ,
ബൈ.